ഇനി മുന്നോട്ട് പോകാനുള്ള ഒരു ത്വര ഈ ഒരു പ്രതികരണം കൊണ്ട് നമുക്ക് കിട്ടുന്നത്. കാരണം അത്രത്തോളം നല്ലൊരു പ്രതികരണം കിട്ടിയിട്ടുള്ളത് അത് സിനിമ കണ്ടിറങ്ങിയ ഇവിടെയുള്ള പ്രേക്ഷകരാണെങ്കിലും ഞാനിപ്പോൾ കൊച്ചിയിലാണുള്ളത്. എൻ്റെ നാട്ടിൽ ഞാൻ പെരുന്തമണ്ണുള്ളതാണ്. എൻ്റെ നാട്ടിൽ നിന്ന് തിയേറ്റർ പടം കണ്ടിറങ്ങിയ ആളുടെ മൊബൈൽ വഴിയും എനിക്ക് തരുന്ന പ്രതികരണങ്ങൾ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഞാൻ പോലും വിശ്വസിക്കാത്ത അത്രത്തോളം. കാരണം ഒരു പുതിയ സംവിധാനം എന്ന നിലയ്ക്ക് എനിക്കൊക്കെ പരിമിതികളുണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിൽ കൂടുതലാണ് എനിക്ക് ഇന്നത്തെ പ്രതികരണം. അത് ഞാൻ സംബന്ധിച്ചാണ് ഇനി ഇത് ജനങ്ങളെ ഏറ്റെടുക്കും. കാരണം വലിയ 8 സിനിമകളുടെ ഇടയിലാണ് നമ്മളിപ്പോൾ പുതിയ ആളുടെ സിനിമ ഇറങ്ങുന്നത്. കാരണം ആദ്യമായിട്ട് ഒരു അനുഭവമാണ് സത്യത്തിൽ. ഇത് പ്രേക്ഷകർക്ക് പ്രതികരണം എപ്പോഴും കേൾക്കുമ്പോഴല്ല, എൻ്റെ കൂട്ടുകാരാണ് എൻ്റെ നാട്ടുകാരാണ് വിളിച്ച് പറയുമ്പോൾ എടാ നിന്റെ പടം കണ്ടതാണ്, നിനക്ക് ഇങ്ങനെ കഴിയുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സത്യത്തിൽ അങ്ങനെ വെള്ളം പറ്റിപ്പോയി. സത്യം പറയാം, തെലുങ്കോട് കൂടി അവതരിപ്പിച്ചു പടം ഗംഭീര ക്ലൈമാക്സ് അതുപോലെ ഞങ്ങളെല്ലാം ത്രില്ലടിപ്പിച്ചു കേട്ടോ. നിങ്ങൾ കണ്ടല്ലേ പടം? ഒരുപാട് സന്തോഷം, ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. വളരെ സന്തോഷം. ഹാൻഡിൽ ചെയ്തൊക്കെ ഇവരുടെ ഒക്കെ ഒരു സപ്പോർട്ട്, ഭീകരമായിട്ടുള്ള സപ്പോർട്ട് തന്നെയാണ്. സക്കീർക്ക, സ്ക്രിപ്റ്റ് റൈറ്റർ ഷഫീഖ, ദാസേട്ടനാണ് എന്നെ ഈ മൂവിയിലോട്ട് സക്കീർ അവൻ കൊള്ളാടാ അപ്പം മതി നമ്മളുടെ നായകനായിട്ട് എന്നില്ല പറഞ്ഞത് കൃഷ്ണേട്ടനാണ്. ഞാൻ ഒരിക്കലും മറക്കൂല. അതുപോലെ സക്കീർക്ക, പിന്നെ നമ്മളുടെ സീനിയർ സൈഡിലെ ആർട്ടിസ്റ്റുകൾ അവരൊക്കെ തന്ന പിന്തുണ വളരെ വലുതാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഫുൾ സപ്പോർട്ട് തന്നെയാണ്. അത് വളരെ ചെറിയ പടമാണ്. അതിൻ്റെ ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന, പോലീസ് തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഒരു കേസ്, അങ്ങനെ പോകുന്ന അതിനൊരു ചെറിയ സസ്പെൻസും കൊടുത്തിട്ട് ചെയ്യുന്ന, അത് ഒരു 2 മണിക്കൂറിൻ്റെ അടുത്ത് വരുന്ന ഒരു ദൈർഘ്യമുള്ള ഒരു സിനിമ. അത് സക്കീർക്ക വളരെ ഗംഭീരമായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ സക്കീർക്ക പറഞ്ഞ പോലെ കോളുകളിലൂടെ വർക്കിനെ കുറിച്ചിട്ട് ഇത് ആദ്യമായിട്ട് കാണുന്നവർക്കാണ്. ഞങ്ങളൊക്കെ പ്രിവ്യൂ 3-4 പ്രാവശ്യം കണ്ടിട്ട് ഇത് ആ ഏരിയ വർക്കാവോ ഈ ഏരിയ വർക്കാവോ എന്നുള്ള സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചിരിക്കേണ്ടടുത്ത ആളുകൾ, കോമഡി ഇല്ല ഭാഗത്ത് ആളുകൾ ചിരിക്കുന്നു. ആളുകൾക്ക് മൊബൈലൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ എൻഗേജായി പോവാതെ പെട്ടെന്ന് മൊബൈലിൽ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകറ്റിട്ട് വീണ്ടും സ്ക്രീനിലോട്ട് തന്നെ തോന്നി അതിൽ എൻഗേജ് ആയിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ ഞാൻ സിനിമയല്ല ശ്രദ്ധിച്ചിരുന്നത്, പ്രേക്ഷകരായിരുന്നു ശ്രദ്ധിച്ചിരുന്നത്. വളരെ എക്സൈറ്റ്മെൻറ്റാണ്, വളരെ സന്തോഷം. ഈ സിനിമ എന്തായാലും മലയാളികൾ ഏറ്റെടുക്കും തന്നെയാണ് വിശ്വാസം. വലിയ പടങ്ങളുടെ അടിയിലൂടെയാണ് ഞങ്ങളെ ചെറിയൊരു സിനിമ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇനിയും മുന്നോട്ട് മലയാള സിനിമയിൽ ഒരുപാട് കാലം നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന, ഒരുപാട് കാലം അതിനുവേണ്ടി പ്രയത്നിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. 10-15 വർഷമായിട്ട് ഓഡിഷൻസും ഈ എറണാകുളത്ത് ചുറ്റി കറങ്ങി നടന്നിട്ടുള്ള ആളാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ പിന്തുണ എന്തായാലും ഉണ്ടാവും. ഇനിയും അത് നല്ല രീതിയിൽ വേണമെന്ന് ആഗ്രഹിക്കുകയാണ്.